കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. പാർട്ടി വക്താവും ഛത്തീസ്ഗഡിൽ നിന്നുള്ള നേതാവുമായ രാധിക ഖേര രാജിവെച്ചു. പാർട്ടിയിൽ പുരുഷാധിപത്യമാണെന്നും രാമക്ഷേത്ര ദർശനം നടത്തിയതിന് തനിക്ക് വിമർശനമേൽക്കേണ്ടി വന്നെന്നും രാധിക ഖേര കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ച രാജിക്കത്തിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം പാർട്ടി വക്താവും ഛത്തീസ്ഗഡിൽ നിന്നുള്ള നേതാവുമായ രാധിക ഖേരയാണ് രാജിവെച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ രാജിക്കത്തിലൂടെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്? രോഹിണി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം 2019 ഔദ്യോഗിക പ്രതിപക്ഷം പോലും ആകാനുള്ള നേതാക്കളെ, MP-മാരെ നേടിയെടുക്കാൻ സാധിക്കാതിരുന്ന കോൺഗ്രസ് ഇത്തവണ നിലനിൽപ്പിനായുള്ള പോരാട്ടം നടത്തുകയാണ്. ആ സമയത്തും നേതാക്കളുടെ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാവുകയാണ്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ നാഷണൽ മീഡിയ കോർഡിനേറ്ററും ഛത്തീസ്ഗഡിൽ നിന്നുള്ള നേതാവുമായ രാധിക ഖേരയാണ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാജിവെച്ചിട്ടുള്ളത്. പാർട്ടിയിൽ പുരുഷ ആധിപത്യമാണ്. ഒപ്പം രാമക്ഷേത്ര ദർശനം നടത്തിയത് തനിക്ക് വല്ലാതെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനമേൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് അയച്ച രാജിക്കത്തിൽ രാധിക ഖേര വ്യക്തമാക്കിയിട്ടുള്ളത്. അയോധ്യ സന്ദർശിച്ചതിനാൽ തനിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനമേൽക്കേണ്ടി വന്നു. അതിനോടൊപ്പം തന്നെ അഭിപ്രായം പറയാൻ പോലുമുള്ള അവസരമില്ലാതാക്കിക്കൊണ്ട് പുരുഷ ആധിപത്യമാണ് പാർട്ടിക്കകത്ത് നടക്കുന്നത്. താൻ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടായിരുന്നു പ്രവർത്തിച്ചത്, പക്ഷേ ഇനി തുടരാൻ സാധിക്കില്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും തുടങ്ങിയ വ്യക്തമാക്കിക്കൊണ്ടാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് രാധിക ഖേര രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ഒപ്പം മറ്റൊരു തിരിച്ചടി കോൺഗ്രസിനുണ്ടായിട്ടുള്ളത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ സാഗർ ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് MLA നിർമ്മല സപ്രയും അനുയായികളും ഇന്ന് BJP-യിൽ ചേർന്നു. മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് നേതാക്കൾ BJP-യിൽ ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഡൽഹി മുൻ സംസ്ഥാന അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലിയും മറ്റു ചില നേതാക്കളും BJP ആസ്ഥാനത്തെത്തിക്കൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ നിരവധി നേതാക്കൾ കോൺഗ്രസിനെ വിട്ടുപോകുന്നു. അതിൽ ചിലർ നേതാക്കൾ BJP-യിലേക്ക് എത്തുന്നു. ഇത്തരത്തിൽ കനത്ത തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിന് ഉണ്ടാക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.